കുറേ നാളുകൾക്ക് മുമ്പ് സ്ത്രീ പ്രവേശന വിഷയം കേരളത്തിൽ കത്തിപ്പടർന്ന സമയം, ഇരുമുടിക്കെട്ട് താഴെ വെക്കാൻ പറ്റാത്ത, ഇരുമുടിക്കെട്ട് നെഞ്ചോട് ചേർത്ത് കാനനപാതയിലൂടെ സഞ്ചരിക്കുന്ന സാക്ഷാൽ കെ സുരേന്ദ്രൻ, BJP മെയ്യും മനസ്സുമെല്ലാം മറന്ന് ആരോട് ചോദിച്ചാലും BJP ശബരിമല എന്ന് പറയുന്ന വിഷയത്തിൽ കിടന്നുറങ്ങി ജീവിച്ച കാലഘട്ടം. ഇപ്പൊ ശബരിമല മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചോ? ആ അമ്പലത്തിൽ അല്ലെങ്കിൽ ശബരിമല വിഷയം ആ വിശ്വാസത്തെ മുഴുവൻ തകർക്കുന്ന, സ്ത്രീ പ്രവേശനത്തിനെ 10 തവണ കവച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ സ്വർണ്ണപ്പാളി വിഷയം ഇങ്ങനെ കത്തുമ്പോഴും കെ സുരേന്ദ്രൻ ഇരുന്ന പോസ്റ്റിൽ ആ കസേരയിൽ ഇപ്പോൾ ഒരാൾ ഇരിക്കുന്നുണ്ട്, സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖരൻ. ഒരക്ഷരം മിണ്ടുന്നില്ല, ഒരക്ഷരം പറയാൻ പറ്റുന്നില്ല. സുരേഷ് അടക്കമുള്ള സന്തത സഹചാരികൾ പോലും ഈ വിഷയം ഒന്ന് ഹാൻഡിൽ ചെയ്ത് കാണുന്നില്ല. ഇവരൊക്കെ ഈ അയ്യപ്പ ഭക്തരല്ലാതായി മാറിയതാണോ എന്ന് തോന്നുന്ന തരത്തിലാണ് ഈ വിഷയത്തെ BJP ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു സെൽഫ് ഗോൾ കൂടി CPM-ലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ നാട് എപ്പോഴും ഇങ്ങനെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് അറച്ചു നിന്ന ഒരു കാര്യമുണ്ട്. CPM BJP ബാന്ധവം, CJP എന്ന് സൈബറിടങ്ങൾ ഓമന പേരിട്ട് വിളിക്കുന്ന ആ വലിയ അവിഹിത, ചിലവർക്ക് അവിഹിതമായിട്ട് തോന്നും, പക്ഷേ നിയമപരമായി അല്ലെങ്കിൽ നല്ല ബന്ധമാണെന്ന് അവർ രണ്ടു കൂട്ടരും കരുതി വെക്കുന്ന ആ ബന്ധമാണ് അരക്കിട്ടുറപ്പിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്ലാതെ പിന്നെന്താണ്? ഒരു കാലഘട്ടത്തിൽ ശബരിമലയെ തൊട്ടപ്പോൾ കൊന്നു കൊലവിളിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ ഇന്ന് അയ്യപ്പൻ്റെ, വിശ്വാസികളുടെ, ഈ നാടിൻ്റെ സ്വത്തിനെ ചെമ്പുപാളി എന്ന് എഴുതി കൊടുത്ത് മലയിറക്കി കൊണ്ടുപോയി, പലയെടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ ചെയ്തിട്ട് അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ BJP മാറിയിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പാണ്, ഒരു കാര്യം കൂടി സെൽഫ് ഗോളായി CPM-നും പിണറായിക്കും കിട്ടുന്നു എന്ന് വ്യക്തമാകുന്നു. വിദ്യാഭ്യാസമുള്ള, പച്ചരിച്ചോറുണ്ണുന്ന, രാഷ്ട്രീയ ബോധമുള്ള കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും ബന്ധം ഉണ്ട്, ഒരു സംശയവുമില്ല. സ്ത്രീ പ്രവേശന വിഷയത്തിൽ UDF-ന് ഒരു പക്ഷെ പ്രതികരിക്കാൻ പോലും ഒരു അറ്റാക്ക് ചെയ്യാൻ ഒരിടമില്ലാത്ത രീതിയിൽ സ്പേസ് മുഴുവൻ ഒക്യുപ്പൈ ചെയ്ത് കളിച്ച BJP-യാണ് ഇപ്പോൾ പുറംതിരിഞ്ഞ് പുറകോട്ട് നിന്ന് ഈ വിഷയത്തിൽ UDF, കോൺഗ്രസ് നേതൃത്വങ്ങൾ മാത്രം ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നത്. ഈ ഒരു കാര്യവും കേരളം ചർച്ച ചെയ്യുമെന്ന് 100% ഉറപ്പാണ്.